ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ് അവർ ഗസ്റ്റിലേക്ക്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് ഞാൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രം എന്ന് പറയുന്നില്ല, കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനെ നമ്മളോട് പങ്കുവയ്ക്കും. അഭിനേതാവ് ഹരീഷ് പേരടി നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഞാൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ശ്രീ ഹരീഷ് പേരടി, സ്വാഗതം ബി പോസിറ്റീവിലേക്ക്. ഞാൻ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. നമസ്കാരം. ഞാനെന്ന് രഞ്ജിയേട്ടൻ സംവിധാനം ചെയ്ത് ഗോൾഡ് കോയിൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ വരുന്ന ഈ ഞാൻ എന്ന ഈ സിനിമ ഈ വെള്ളിയാഴ്ച 19-ാം തീയതി നിങ്ങളുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇതിൽ ദുൽഖർ സൽമാനാണ് ഇതിലെ നായകൻ. ഈ സിനിമ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന പേരിൽ ശ്രീ TP രാജീവേട്ടൻ എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയെടുത്ത സിനിമയാണ്. ഈ സിനിമയിൽ ദുൽഖർ സൽമാനെ കൂടാതെ മലയാളത്തിലെ ഒരു നീണ്ട താരനിര തന്നെ ഉണ്ട്. എല്ലാവർക്കും ശക്തമായ കഥാപാത്രങ്ങളാണ്. അതിൽ ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, മുരളി മേനോൻ, സജിത മഠത്തിൽ, മുത്തുമണി, അനുമോൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ഒരു നല്ല കഥാപാത്രങ്ങളെ, ഒരു കഥാപാത്രത്തെയല്ല, ഇതിലൊരു 4ഓളം കഥാപാത്രങ്ങളെ ശരിക്കും പറയുകയാണെങ്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം, ഞാൻ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രം നകുലൻ എന്ന നോവൽ വായിക്കുമ്പോൾ ആർക്കും മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രമാണത്. നകുലനെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ 3ഓളം വേറെയും കഥാപാത്രങ്ങളും ഉണ്ട്. ഈ 4 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഇപ്പം എന്താ ചിത്രത്തിൽ ഇപ്പോൾ ഡബിൾ റോൾ ചെയ്യുന്നവരെയും പല വേഷങ്ങൾ ചെയ്യുന്നവരെയൊക്കെ കുറിച്ച് കണ്ടിട്ടുണ്ട്, അത്തരം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 4 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയായിരിക്കണം ഈ ചിത്രത്തിന് ഉണ്ടായിരിക്കുക എന്ന് വിചാരിക്കുന്നു. സാധാരണ ഒരു വ്യക്തി തന്നെ പല വേഷങ്ങളെ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്നൊരു തോന്നൽ എന്താണെന്നറിയില്ല മനസ്സിൽ വരുന്നു. അപ്പം എന്താണ് ഈ ഒരു 4 കഥാപാത്രങ്ങളെ ഒരു അഭിനേതാവ് അവതരിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? താങ്കൾ മാത്രമാണോ അതോ മറ്റ് ആക്ടേഴ്സ് ഇതുപോലെ തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടോ ചിത്രത്തിൽ? ഈ സിനിമയുടെ രചനാരീതിയുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് അങ്ങനെ പറയാം. കാരണം ഞാനൊഴികെ ഉള്ള മറ്റെല്ലാ ആളുകളും ഇതിൽ 1-2 കഥാപാത്രങ്ങളെ ചെയ്യുന്നവരാണ് ഇതിൽ കൂടുതലുള്ളത്. അതിൻ്റെ കൂടെ എനിക്കൊരു പ്ലസും കൂടെ കിട്ടിയതാണ് ഈ 4 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഇതിൽ നകുലനെ കൂടാതെ ആസാദ് എന്നൊരു നാടക പ്രവർത്തകനെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അമ്മത്തെയ്യം, അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിനിമയിലും നാടകത്തിലുമൊക്കെ ഞാനൊരു തെയ്യത്തെ അവതരിപ്പിക്കുന്നത്. അമ്മത്തെയ്യത്തെ എനിക്ക് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതുകൂടാതെ മറ്റൊരു ഗെറ്റപ്പിലും ഈ അമ്മത്തെയ്യത്തെ തന്നെ എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് സത്യത്തിൽ ഇതിൽ രഞ്ജിയേട്ടൻ്റെ ചില പ്രത്യേക രീതികളുണ്ട്. ആ ദിവസം ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരിച്ചു പോകാൻ നേരത്തെ രഞ്ജിയേട്ടനോട് യാത്ര ചോദിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പം ഞാൻ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, നീ എങ്ങോട്ട് പോകുന്നു, നീയാണ് ഇവിടെ അമ്മത്തെയ്യം ചെയ്യുന്നത്, പോയി ഷേവ് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പോയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഷേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അമ്മത്തെയ്യത്തെ അവതരിപ്പിക്കുന്നത് പയ്യന്നൂരിൽ നിന്ന് വന്ന ഒറിജിനൽ തെയ്യം കലാകാരന്മാരുണ്ട്, മുഖത്തെഴുത്ത് നടത്തുന്ന. അവർ മുന്നിൽ ഞാൻ 4 മണിക്കൂറോളം ഇങ്ങനെ കടന്നു കൊടുക്കുകയായിരുന്നു. അവരാണ് എൻ്റെ മുഖത്ത് പിന്നെ തെയ്യത്തെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ ഷൂട്ട്, അതൊരു 3 മണി 4 മണി വരെ പുലർച്ചെ വരെ പോയ ഷൂട്ടായിരുന്നു. അപ്പം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ച് ആനന്ദത്തോടെ ഞങ്ങൾ ചെയ്ത ഒരു സിനിമയാണ് ഈ ഞാൻ. 4 വ്യത്യസ്ത ഗെറ്റപ്പുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നകുലൻ, ആസാദ്, അതുപോലെ അമ്മത്തെയ്യം തുടങ്ങി അങ്ങനെ 4 ഗെറ്റപ്പുകളിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ഒരു സിനിമയിൽ തന്നെ 4 വ്യത്യസ്ത വേഷങ്ങൾ വരുമ്പോൾ ആ വ്യത്യസ്തത പുലർത്താനും അത് കാത്തു സൂക്ഷിക്കാനും ഒക്കെ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്? കാര്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമല്ലോ തീർച്ചയായും മറ്റത്. അപ്പോൾ അമ്മത്തെയ്യത്തിന് വേണ്ടി 4 മണിക്കൂറോളം കിടന്ന് മേക്കപ്പ് ചെയ്തു, അതിൻ്റെ മുഖത്തെഴുത്തൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്തത്?
മറ്റ് കഥാപാത്രത്തിൽ പ്രധാന കഥാപാത്രമായ നകുലന് വേണ്ടി രഞ്ജിയേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്ത സമയത്ത് രഞ്ജിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, നിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറഞ്ഞ അന്ന് മുതൽ തന്നെ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. നടത്തം ഒക്കെ തുടങ്ങി, ഭക്ഷണ നിയന്ത്രണമൊക്കെ തുടങ്ങി. അങ്ങനെ ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ അന്നുണ്ടായിരുന്ന കിലോയിൽ നിന്നൊരു 10 കിലോ കുറച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ നകുലനെ ആവുന്നത്. അതുകൂടാതെ തന്നെ ഈ സിനിമയിൽ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും അത് ആദ്യത്തെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം താടിയൊക്കെ വളർത്തി എന്നിട്ട് വീണ്ടും ഷേവ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ അതിനുള്ള സമയം സൗകര്യം ഒക്കെ രഞ്ജിയേട്ടൻ നമുക്ക് തന്നിരുന്നു. അതിന് വേണ്ടി മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മനസ്സിൽ ശരിക്കും തട്ടുന്നത് പോലെയാണ് കാര്യങ്ങൾ വിവരിച്ച് തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കഥാപാത്രങ്ങളായി മാറാനുള്ള ഒരു വഴി ശരിക്കും പ്രയാസം കുറവായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത്. ഇനി ഈ ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഇപ്പോൾ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്കായി ഈ സിനിമയുടെ ഒരു പ്രമേയം അതെങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു? ഇത് സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, ഈ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന് പറഞ്ഞ നോവലിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ സിനിമയാണത്. അപ്പോൾ ഈ KTN കോട്ടൂർ അഥവാ കൊയിലോത്ത് താഴെ നാരായണൻ അഥവാ KTN കോട്ടൂർ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്നത്. ഈ കഥാപാത്രം കേരളത്തിൻ്റെ 40കളിൽ ജീവിച്ച ഒരു കഥാപാത്രമാണ് നോവലിൽ. നോവൽ 40കളിൽ മാത്രം നിൽക്കുമ്പോൾ സിനിമ അവിടെ മാത്രം നിൽക്കാതെ 2014ലേക്കും കൂടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാശ്ചാത്തലം, ഇത് കഥാപരിസരം എന്നൊക്കെ പറയുന്നത്, സിനിമയുടെ കഥാപരിസരം എന്ന് പറയുന്നത് 2014ഉം 40കളും എല്ലാം കൂടെ മിക്സ് ചെയ്തു പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒരു പക്ഷേ മലയാളത്തിൽ എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഒന്നും അധികം ആരും പരാമർശിക്കാത്ത രീതിയിലുള്ള ഒരു ആഖ്യാന രീതിയാണ് ഈ സിനിമയ്ക്ക് തുടർന്ന് വന്നിട്ടുള്ളത്.